അച്ഛൻ ഇതൊക്കെ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടാവും. മോളെ, അമ്മയ്ക്ക് സന്തോഷായി. മോൾ അച്ഛനെയും മനസ്സിൽ ധ്യാനിച്ച് വേഗം ജോലിക്ക് പോയിട്ടോ. എന്റെ മോള് നന്നായി വരും. ചേട്ടൻ വിളിച്ചിരുന്നു അമ്മേ. ഞാനിന്ന് ജോയിൻ ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ ചേട്ടന്റെ അടുത്ത്. എന്നിട്ടെന്താ എന്നെ ചേട്ടൻ വിളിക്കാത്തെ? ഒരു എഞ്ചിനീയറുടെ തിരക്ക് നിനക്കറിയാഞ്ഞിട്ടല്ലേ? എന്തെല്ലാ കാര്യങ്ങളാവൻ അല്ലേ? പാലങ്ങള്, കെട്ടിടങ്ങള്, റോഡുകള്. ഹോ, ഇന്ത്യക്ക് പുറത്തൊന്നും അല്ലല്ലോ. ഈ തിരക്കേണ്ട നമ്മുടെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചാലെത്താ? ചേട്ടന് ചേട്ടന്റെ കാര്യം മാത്രം. ഒരു തൊഴിലിന് പോകുമ്പോ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. നിങ്ങളൊക്കെ പോകുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ടാ ഇവിടെ മനസമാധാനത്തോടെ കഴിയുന്നത്. മോള് പോകാൻ നോക്ക്. ദിവാകരാ, ഗോമതി മോൾക്ക് ഇറങ്ങാൻ സമയമായി. നീ വേഗം വണ്ടി ഇറക്ക്. ശരി അമ്മ. മക്കൾക്കെല്ലാം തിരക്കായി. അവരെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് അവരുടെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്നിട്ടിപ്പെന്താ, എന്നെ തനിച്ചാക്കി പോയില്ലേ? ആരായി സമയത്ത് വിളിക്കുന്നേ? ഹലോ ഹലോ, ആ മോനെ, എന്താ? അവള് പോയല്ലോ. എന്താ നീ എന്താ ഒന്നിവിടെ വരെ വരാഞ്ഞേ? തിരക്കാണെന്നോ? നീ ഒരു കാര്യം ചെയ്യ, അവളുടെ ഫോണിൽ വിളിക്ക. ശരി മോനെ. പിന്നെ അവിടെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ശരി മോനെ. 5-6 മാസം കൂടിയുള്ള വിളിയാ. എന്ത് ചെയ്യാൻ പറ്റും? ഓ, പറഞ്ഞ പോലെ ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ആരാ വീണ്ടും വിളിക്കുന്നേ? ഹലോ ഹലോ, ആ മോളെ, എന്താ? കണ്ണൂരാന്നോ? നീ എങ്ങനെ പോകും? എന്താ ഹോം നേഴ്സോ? അതൊക്കെ വലിയ ചിലവല്ലേ. ആ, ഒക്കെ നിന്റെ ഇഷ്ടം. ശരി മോളെ. ആരാത്? അമ്മേ, ഞാൻ ഡോക്ടർ കോമതി പറഞ്ഞിട്ട് വന്നതാ. ഹോം നേഴ്സാ. അവള് പറഞ്ഞു